എൻ്റെ അപ്പൻ്റെ കൂടെ ജീവിതത്തിൽ ഒരു ടൂർ പോയിട്ടില്ലാത്ത, എൻ്റെ അപ്പൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോലും പോയിട്ടില്ലാത്തൊരു മകനാണ് ഞാൻ അതിനൊരിക്കലും പരാതിപ്പെട്ടിട്ടില്ല. കാരണം അപ്പൻ ചെയ്യുന്ന ജോലി എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് പരാതി ഉണ്ടായിരുന്നു. വളരെ കുഞ്ഞിലെ എനിക്ക് പരാതി ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ എന്നോട് ആ പരാതി ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അവർക്ക് എൻ്റെ സമയം കൊടുക്കാൻ കഴിയാത്തത്. അത് പറയുമ്പോൾ കുറച്ച് വൈകാരികമാണ്. ഇന്നത്തെ തലമുറ ഇപ്പൊ ജെൻസി ആണെങ്കിലും ജന ആൽഫ ആണെങ്കിലും അവരിലേക്ക് രാഷ്ട്രീയം എത്തുന്നത് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ? രാജ്യം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് ഈ കുട്ടികൾ അകന്നു പോകാതെ ആ കുട്ടികളെ അവിടെ നിന്ന് അകറ്റിക്കൊണ്ടു പോകാൻ പർപ്പസ്ഫുള്ളി ശ്രമം നടക്കും. അതിനെ പ്രതിരോധിക്കാൻ BJPക്ക് കഴിയും. ബാക്കിയുള്ളവർക്കൊന്നും വോട്ട് മാത്രം മതി, രാജ്യസ്നേഹം വേണ്ട. നമ്മുടെ രാഷ്ട്രത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൂടെയാണ് രാഷ്ട്രം. അപ്പോൾ അതില്ലാതാകുമെന്ന് പറയുന്നത് അത് നമ്മുടെ രാഷ്ട്രത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൂടി ഇല്ലാതാകുന്നത്. രാഷ്ട്രീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ സംഘടനകളും രാജ്യവിരുദ്ധരാണ് എന്നാണ് എൻ്റെ ഒപ്പം. BJPയെ 24 മണിക്കൂർ അധികാരത്തിൽ നിന്ന് മാറി നിന്നാൽ കേന്ദ്രത്തിൽ കേരളവും ബംഗാളും കാശ്മീരും സ്വതന്ത്ര രാജ്യങ്ങളായി മാറും. അത്രയും ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ. ആ മനുഷ്യന് വേണ്ടിയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കാൻ നിൽക്കുന്നത് കൊണ്ട് ഈ രാജ്യം നിലനിൽക്കണം. BJP ഇനി അധികാരത്തിലേക്ക് എത്തിയാൽ എന്ത് മാറ്റമാണ് ആദ്യം കേരളത്തിൽ വരുത്താൻ പോകുന്നത്? കേരളക്കരയ്ക്ക് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ സർപ്രൈസ് ആയിരിക്കും. PC ജോർജ് എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ മകനാണ്. അപ്പോൾ അപ്പനിൽ നിന്ന് എത്രത്തോളം മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? അപ്പനിൽ നിന്ന് തന്നെയാണ് എല്ലാം പഠിച്ചത്. കാരണം അപ്പനെ ഞാൻ പറഞ്ഞില്ല, ജനിച്ചപ്പം മുതൽ ഒരു പൊതുപ്രവർത്തകനെ കണ്ടുപിടിച്ച് ആ അപ്പനിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. ഒരിക്കലും തനിക്ക് വേണ്ടി ഒരു നിമിഷം എൻ്റെ അപ്പൻ്റെ കൂടെ ജീവിതത്തിൽ ഒരു ടൂർ പോയിട്ടില്ലാത്ത, എൻ്റെ അപ്പൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോലും പോയിട്ടില്ലാത്തൊരു മകനാണ് ഞാൻ അതിനൊരിക്കലും പരാതിപ്പെട്ടിട്ടില്ല. കാരണം അപ്പൻ ചെയ്യുന്ന ജോലി എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് പരാതി ഉണ്ടായിരുന്നു. വളരെ കുഞ്ഞിലെ എനിക്ക് പരാതി ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ അവരൊക്കെ ടൂറ് പോകും, അവരപ്പൻ്റെ കൂടെ സിനിമയ്ക്ക് പോകുന്നു, അപ്പൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, അവരപ്പൻ്റെ അമ്മയുടെയും കൂടെ സമയം ചെലവഴിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് അന്ന് സെക്കൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അപ്പൻ ഞാൻ ക്രമേണ അതിൻ്റെ ഭാഗമായി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എൻ്റെ അപ്പന് എന്നെ നോക്കാൻ കഴിയാത്തത്. എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ എന്നോട് ആ പരാതി ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അവർക്ക് എൻ്റെ സമയം കൊടുക്കാൻ കഴിയാത്തത്. അത് പറയുമ്പോൾ കുറച്ച് വൈകാരികമാവും. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഞാൻ ആ സമയം കൊടുക്കുന്നില്ല. ശരിക്കും അവരത് മിസ് ചെയ്യുന്നുണ്ടാവും എൻ്റെ സമയം. എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. കാരണം എനിക്കത് കൊടുക്കാൻ പലപ്പോഴും കഴിയാറില്ലാത്തത് തന്നെ. എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ ആശ്രയിക്കുമ്പോൾ, ഞാൻ ഏറ്റെടുത്ത വിഷയങ്ങൾ ഒത്തിരി വലുതാകുമ്പോൾ എനിക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത് അവർക്ക് കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ പലപ്പോഴും എനിക്കത് കഴിയാതെ വരുന്നുണ്ട്. അവർക്കും ഞാൻ മനസ്സിലാക്കിയ പോലെ എന്തെങ്കിലും അവർ മനസ്സിലാക്കുമായിരിക്കും. അവരും എൻ്റെ ഭാര്യയുമൊക്കെ. പാറുവിന് കുറച്ചൊക്കെ ഇപ്പോൾ അറിയാം, ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. പാറു തരുന്നൊരു, അല്ലെങ്കിൽ പാറു ചേച്ചി തരുന്നൊരു ധൈര്യം ഉണ്ടാകുമല്ലോ എപ്പോഴും, ഒരു ബാക്ക് സപ്പോർട്ടായിട്ട്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലേക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന കോൺവെർസേഷൻസ് ആണെങ്കിലും ചേച്ചി ആ പൊളിറ്റിക്സിനെ എത്രത്തോളം മനസ്സിലാക്കുന്നത് കൊണ്ടല്ലേ ഇത്രയും സജീവമായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഷോൺ ചേട്ടന് കുറച്ചുകൂടി ഫ്രീ ആകാൻ സാധിക്കാറില്ലേ? ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കൂടി കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, പാറു ആഗ്രഹിച്ചൊരു ലൈഫല്ലേ ഇത്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവളെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പാറു ആഗ്രഹിച്ചത് എപ്പോഴും അവളുടെ കൂടെയുള്ള ഒരു ഭർത്താവിനെയാണ്. എപ്പോഴും അവളെ പാമ്പർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവളെ കൂടെ കൊണ്ടുനടക്കുന്ന, ടൂറ് പോകുന്ന, അല്ലെങ്കിൽ ഞാൻ അതിനൊന്നും നിൽക്കാറില്ല. എനിക്കൊന്നും സമയം. പക്ഷേ ഇപ്പോൾ അവൾ തന്നെ പോകും, അവളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട്. ഇപ്പോൾ എല്ലാ ലേഡീസ് ഉള്ള ട്രിപ്സാണ്. അപ്പോൾ അവൾ അതിനോട് അഡ്ജസ്റ്റഡായി. അപ്പം ഞാൻ ഹാപ്പിയാണ്. അപ്പം ഒരു കാലത്ത് പാറു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് ഒക്കെ പാറു കല്യാണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പാറു വലിയ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് പാറു ഒരു വലിയ ക്രൈസിസിലൂടെ കടന്നു പോയി എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇപ്പം പറഞ്ഞില്ലേ, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷേ എൻ്റെ പിള്ളേർക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവായിരിക്കും. ഞാനിപ്പം എൻ്റെ മോന് ബോർഡിങ്ങിലാണ്. ഞാൻ അവനെ ബോർഡിങ്ങിലേക്ക് ആക്കിയത് തന്നെ എനിക്ക് അവന് വേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല. അപ്പം അത് അവൻ്റെ ജീവിതത്തെ ദോഷപരമായി ബാധിക്കരുത് എന്നുകൊണ്ട് തന്നെയാണ് അവനൊരു ബോർഡിംഗ് സ്കൂളിൽ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പം മക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്കറിയാം ഇന്നത്തെ തലമുറ ഇപ്പം ജെൻസി ആണെങ്കിലും ജന ആൽഫ ആണെങ്കിലും എല്ലാവരും നമ്മളെപ്പോലെ ഒന്നുമല്ല, ചിന്തിക്കുന്ന രീതികൾ വ്യത്യാസമാണ്. അവരെന്താ പറയുന്നത് പോലെ നമുക്ക്. അപ്പോൾ അവരിലേക്ക് രാഷ്ട്രീയം എത്തുന്നത് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ?
അല്ലെങ്കിൽ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം എത്തുന്നത്? നമ്മളെ ഏറ്റവും വലിയൊരു കൺസേൺ, നമ്മൾ ഇനി ഏറ്റവും അധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഗൗരവമുള്ളൊരു വിഷയമാണ് ഈ ചോദ്യം. രാജ്യം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് ഈ കുട്ടികൾ അകന്നു പോകാതെ നോക്കണം. ദേ ആർ ലീസ്റ്റ് ബോധേഡ് അബൌട്ട് എനിത്തിങ്. ഒരു വിഷയത്തെക്കുറിച്ച് അവർ ബോധേഡല്ല, അവരങ്ങനെ അങ്ങ് പോവാണ്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കണ്ടു പഠിക്കേണ്ട കുറച്ച് നല്ല ക്വാളിറ്റീസ് ഉണ്ട്, പ്രത്യേകിച്ചും ജെൻഡർ ഇക്വാലിറ്റി. എടാ പോടാ എന്ന് വിളിക്കുന്ന, ഇപ്പം എൻ്റെ കാലത്തോ ഒരുപക്ഷെ മോളുടെ കാലത്ത് പോലും ഇല്ലാതില്ലാന്ന ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ്, ഒരു ജെൻഡർ ഇക്വാലിറ്റി അവർ ക്രിയേറ്റ് ചെയ്തു. അവർക്കിടയിൽ പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസമൊന്നുമില്ല, അവർ കൂട്ടുകാരാണ്. അത് നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു ആണും പെണ്ണും തോളിൽ കൈയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അതിനെ സദാചാരം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പ്യുവർ ഫ്രണ്ട്സാണ്. അതായത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം, നമുക്ക് എല്ലാ ജനറേഷനിലും ഒരു ക്വാളിറ്റി ഉണ്ട്. സ്ത്രീകൾക്ക് കൊടുക്കുന്നൊരു ബഹുമാനം, ആ ജെൻഡർ ഇക്വാലിറ്റിയൊക്കെ നമ്മൾ ഈ ജെൻസിയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മൾ കണ്ടു പരിചയിച്ച സംസ്കാരം, രാജ്യസ്നേഹം, ഇതെല്ലാം അവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ കുട്ടികളെ അവിടെ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ പർപ്പസ്ഫുള്ളി ശ്രമം നടക്കും, അത് ഇൻറ്റൻഷനാണ്. അതിനെ പ്രതിരോധിക്കാൻ ഇവിടെ ബി ജെ പിക്ക് കഴിയും. ബാക്കിയുള്ളവർക്കൊന്നും വോട്ട് മാത്രം മതി, രാജ്യസ്നേഹം വേണ്ട. അവിടെ ഞങ്ങൾക്കൊക്കെ ഇടപെടേണ്ടത് ആവശ്യമുണ്ട്. ഇനി ആ ഇടപെടലുണ്ടാവും തീർച്ചയായിട്ടും. നമുക്കറിയാം, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ടെക്കി, അതല്ലെങ്കിൽ വളരെ ഒരു ഡിജിറ്റൽ യുഗത്തിന് ആപ്റ്റായിട്ടുള്ള ഒരാൾ എത്തുമ്പോൾ അത് യുവജനങ്ങളെ അത്രത്തോളം BJPയിലേക്ക് ആകർഷിക്കും എന്നുള്ള വലിയ പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷോൺ ചേട്ടനെ പോലെയുള്ള യുവ നേതാക്കളെല്ലാം അതിനുവേണ്ടി ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്യുന്നുണ്ട്. 20 മണിക്കൂർ അദ്ദേഹത്തിന് ഉറക്കമില്ല, നമ്മുടെ ഉറക്കമില്ല. രാജീവേട്ടനോട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ വിചാരിച്ചിരുന്നു ഞാനാണ് ലോകത്തെ ഏറ്റവും കഷ്ടപ്പെടുന്ന പൊതുപ്രവർത്തകൻ എന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്നപ്പോൾ നമ്മളൊന്നുമല്ല, ഭയങ്കര സ്പെസിഫിക്കാണ് ഓരോ കാര്യത്തിനും ഫോളോ അപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം രാജീവേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളത് കഴിഞ്ഞ് മറന്നു. ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പുള്ളി അത് ഫിനിഷ് ചെയ്തിട്ട് അന്ന് ഷോൺ പറഞ്ഞ കാര്യം ഇന്നാണ്, അത് ചെയ്തിട്ടുണ്ട്, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫോളോ അപ്പ് ചെയ്യാൻ പറയും. ഒരു കാര്യം നമ്മളോട് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞാൽ പുള്ളി അവിടെ മാർക്ക് ചെയ്തു, പുള്ളിയുടെ ടാബിൽ അത് കാണും, ഹൂ ഈസ് ഇൻ ചാർജ്. അത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. പുള്ളി ഒരു പക്ഷേ അദ്ദേഹം ഒരു മുൻപ് കോപ്പറേറ്റ് ആയിരുന്ന, ഇപ്പം ഞാൻ ഇന്നലെ സാവു ചേട്ടനും രാജീവേട്ടനും കൂടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു 2 കോപ്പറേറ്റുകളും നടുക്കാണ് ഞാൻ. അപ്പോൾ രാജീവ് പറഞ്ഞു മുൻ കോപ്പറേറ്റ് എന്ന് പറയും, നീ ഇപ്പോൾ കോപ്പറേറ്റ് അല്ല, മുൻ കോപ്പറേറ്റ്, അതാണ് ശരി എന്ന് പറയും. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു സിസ്റ്റം ശരിക്കും ഒരു മെഷീൻ പോലെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനെ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം രാജീവ് ചന്ദ്രശേഖരനെ പരിചയപ്പെടാൻ കഴിഞ്ഞതും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞതാണ്. അത് ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ ഈ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അത് അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ ആരും കേൾക്കുമ്പോൾ വിചാരിക്കും അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ അങ്ങ് പതപ്പിക്കാൻ, അങ്ങനെയല്ല, അദ്ദേഹത്തിന് അങ്ങനെ പതപ്പിക്കുന്നതൊന്നും ഇഷ്ടമല്ല. നേരെ മുഖത്തേക്ക് പെടാന്ന് പറയും, അത് ആരോടാണല്ലോ, ഇന്നോടൊന്നല്ല ആരോടും പറയും. അത് അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്ന ജോലി എങ്ങനെ ഫിനിഷ് ചെയ്യും, അതാണൊരു മാർക്ക്. അല്ലാതെ ആരോടും ഫേവറസ് പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ആരോടും ഫേവറസ് ഉള്ള മനുഷ്യനല്ല അദ്ദേഹം. ഞാനൊക്കെ ഭയങ്കര അദ്ദേഹത്തിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾ എന്ന നിലയിലാണ് ആളുകൾക്കിടയിൽ പറയപ്പെടുന്നത്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്ന ആൾ ഞാനാണ്. രാജീവേട്ടൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നതിൽ ഒരാൾ ഞാനാണ്. എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ, ഇപ്പം നമ്മളോട് ചുമ്മാ വഴക്കുണ്ടാക്കല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ജോലി അദ്ദേഹം 100% ചെയ്യും. നമ്മളത് 80% ചെയ്യുന്നെങ്കിൽ ചീത്ത വിളിക്കും, വഴക്കുണ്ടാക്കും, ചീത്ത വിളിക്കണം കേട്ടോ. ആരും ചീത്ത വിളിക്കുന്ന മനുഷ്യനല്ല. പക്ഷേ അദ്ദേഹം കൃത്യമായി വഴക്കുണ്ടാക്കും. ഒരു ഹെഡ് മാസ്റ്ററും കുട്ടികളുമാണ്. ഹെഡ് മാസ്റ്റർ എപ്പോഴും ഞങ്ങളിങ്ങനെ നിയന്ത്രിച്ച് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും സംസ്ഥാന ഭാരവാഹികൾ മുതൽ അത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വരെ മാറ്റങ്ങൾ കേരളത്തിൽ വന്നു തുടങ്ങി. തീർച്ചയായിട്ടും. അല്ല, എല്ലാ പ്രസിഡന്റുമാർക്കും അവരുടേതായ ശൈലി. അദ്ദേഹം കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ എന്നാ പറയുന്നത്, ഭയങ്കര മെക്കാനിക്കലായിട്ട് കാര്യങ്ങൾ താഴെത്തട്ട് വരെ എല്ലാ ദിവസവും 3-4 പ്രാവശ്യം
ഓൺലൈൻ മീറ്റിംഗ് നടത്തിയാണ് ഇപ്പോൾ ഇത്രയും തിരക്കിനിടയിലും ഞാനിപ്പോൾ പാലാട് ഇൻചാർജാണ്. പാലായിൽ ഫുൾ ടൈം ഞാൻ പാലായിലാണ്. എല്ലാ ദിവസവും മിനിമം 2 മണിക്കൂറെങ്കിലും സ്റ്റേറ്റിൻ്റെ പ്രോഗ്രാമുകൾക്ക് നമുക്ക് മാറ്റിവെച്ചേ പറ്റുള്ളൂ. അത്രയും പുള്ളി എല്ലാവരെയും ഉപയോഗിക്കും. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് പൊതുജനങ്ങൾക്കുള്ള കുറച്ച് സംശയങ്ങളുണ്ട്. BJP ഇനി അധികാരത്തിലേക്ക് എത്തിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്ത് മാറ്റമാണ് ആദ്യം കേരളത്തിൽ വരുത്താൻ പോകുന്നത്? ഒരു സർപ്രൈസ് വരാനുണ്ട്. അത് മിക്കവാറും 18-ാം തീയതി വരും. കേരളക്കരയ്ക്ക് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ സർപ്രൈസ് ആയിരിക്കും. BJP എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് ജനങ്ങളോട് പറയാൻ പോകുന്നത് ഈ വരുന്ന ദിവസങ്ങളാണ്. BJPയുടെ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി തന്നെ പോകുന്നത്. ഒരു സംശയം വേണ്ട. അത് വായിച്ച് വിവരമുള്ളവൻ അത് വായിച്ചാൽ BJPക്ക് അല്ലാതെ ആർക്കും വോട്ട് ചെയ്യില്ല. അത് ഈ UDF പറഞ്ഞ പോലെ ഈ നാടിനെ വീണ്ടും കടക്കണയിലാക്കുന്ന ഈ ക്ഷേമ പദ്ധതികളല്ല, അല്ലെങ്കിൽ സൗജന്യം കൊടുക്കുക എന്ന് പറഞ്ഞ പദ്ധതികളല്ല. 6 ലക്ഷം കോടി രൂപ കടമുള്ള സംസ്ഥാനത്തെ വീണ്ടും കടക്കണയിലാക്കുന്ന 4 പദ്ധതികളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഈ നാടിൻ്റെ വരുമാനം കൊണ്ട് ഈ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ ജോലി ചെയ്യാൻ കഴിയുന്ന, ഈ നാടിൻ്റെ കടം മുഴുവൻ ഇത്ര വർഷത്തിനുള്ളിൽ തീർക്കാൻ കഴിയുന്ന, ഈ നാട്ടിൽ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം കോടി രൂപയെങ്കിലും വർഷം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന, മിച്ചം പണം ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രകടന പത്രിക. ഒപ്പം തന്നെ ഇപ്പൊ പുതിയ തലമുറ എല്ലാവരും പൊളിറ്റിക്കൽ ആണെന്നാണ് പറയുന്നത്. എല്ലാവരും അരാഷ്ട്രീയവാദികളാണ്, ആർക്കും രാഷ്ട്രീയമില്ല. അവരെ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമുണ്ട്. കാരണം രാഷ്ട്രീയം ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. എന്താണ് രാഷ്ട്രീയം? നമ്മുടെ രാഷ്ട്രത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൂടെയാണ് രാഷ്ട്രീയം. അപ്പൊ അതില്ലാതാകുമെന്ന് പറയുന്നത് അത് നമ്മുടെ രാഷ്ട്രത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൂടെ ഇല്ലാതാകുന്നത് അത് ശരിക്കും രാജ്യത്തിന് ഭീഷണിയാണ്. അരാഷ്ട്രീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ സംഘടനകളും രാജ്യവിരുദ്ധരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അവരെ രാജ്യത്തോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ ഉണ്ടായിരിക്കുമോ? ഒപ്പം തന്നെ നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വിദ്യാഭ്യാസത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാണെങ്കിലും പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ നാട്, ഉത്സവം, നാട്ടുമ്പുറം, അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടൻ പറയുന്ന പോലെ കൃഷിയെല്ലാം ഒരുപാട് സ്നേഹിക്കുന്നവരാണ് മലയാളികൾ, പ്രത്യേകിച്ച് യുവതലമുറയും. പക്ഷെ ഇതെല്ലാം വിട്ട് സാമ്പത്തികമായി നല്ലൊരു രീതിയിൽ ജീവിക്കണമെങ്കിൽ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്. അതിനെല്ലാം പരിഹരിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. രാജീവേട്ടൻ കൂടി തയ്യാറാക്കുന്ന ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ നാട്ടിൽ ചെറുപ്പക്കാർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു മാനിഫെസ്റ്റോ ആയിരിക്കുന്ന കാര്യം സംശയമില്ല. അതിൽ കൃഷിയും ഒരു വലിയ ഘടകമാവും. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു 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 ഭൂപ്രകൃതി കേരളത്തെ ശരിക്കും ഇന്ത്യയുടെ അല്ല ലോകത്തിന് തന്നെ ഫ്രൂട്ട് വില്ലേജാക്കി മാറ്റാൻ കഴിയും. കാരണം കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്ന പിണറായി വിജയനെ കണ്ടിട്ടല്ലോ, കേരളത്തിൻ്റെ കാലാവസ്ഥയും പ്രകൃതിയും കണ്ടിട്ടാണ്. 9 മാസം മഴയുള്ള, 40 ഡിഗ്രിക്കുള്ളിൽ ചൂട് വരാത്ത, 15 ഡിഗ്രി താഴെ തണുപ്പ് വരാത്ത നല്ല മണ്ണുള്ള ഒരു നാട് എവിടെയുള്ളത്? അതിൽ ഏറ്റവും നല്ല നാട്ടിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ, പാലായിൽ. പാലായിൽ ആണ് ഈ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ചേരുന്നൊരു സ്ഥലമാണ്. ഏറ്റവും നല്ല മണ്ണ്, ഏറ്റവും നല്ല മഴ, ഏറ്റവും കൂടുതൽ നല്ല മണ്ണ്, അങ്ങനെ കാലാവസ്ഥ കൊണ്ട് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്താണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കൃഷിയിലൂടെ മാത്രം അതിന് ഏറ്റവും നമ്മൾ ഉദാഹരണം കാണിക്കണം. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, എന്നാൽ പോലും പറയാമല്ലോ, ഇസ്രായേലിനെ കണ്ടുപിടിക്കണം. കൃഷിയിൽ എങ്ങനെ കൃഷി കൊണ്ട് ലോകത്തെ മുഴുവൻ ചൂണ്ടുവിരലിൽ നിർത്തുന്ന ഇസ്രായേലിന് അവരുടെ ഏറ്റവും വലിയ വരുമാനം, ആ വരുമാന സ്രോതസ് കൃഷിയാണ്. ഒരു ഏക്കറിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപയിലധികം അധ്വാനിച്ചുണ്ടാക്കുന്നു. ഇവിടെ 5, 8, 10 ഏക്കർ സ്ഥലമുള്ള പിള്ളേരെ വിദേശത്ത് പാത്രം കഴുകാൻ പോകുന്ന പലതും. അവർ നന്നായിട്ട് അവിടെ പോയി വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവിടെ ചെന്നിട്ട് പ്രൊഫഷണലി സെറ്റിൽ ചെയ്താൽ എനിക്കൊരു ഒബ്ജക്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അതല്ല, ഇൻ്റലക്ച്വൽ ഡ്രെയിനാണ്. ഇവിടുത്തെ കുട്ടികൾ നല്ല പഠിക്കാൻ കപ്പാസിറ്റിയുള്ള പിള്ളേർ 10ാം ക്ലാസ്സും +2 കഴിയുമ്പോൾ ചുമ്മാ കയറിപ്പോയി അവിടെ ചെന്നിട്ട് കാണുന്ന ജോലിയെല്ലാം ചെയ്യുന്നു. ഇവിടെ എഞ്ചിനീയറോ ഡോക്ടറോ സിവിൽ സർവൻറ്റോ ഒക്കെ ആകേണ്ട കുട്ടികളാണ് അവിടെ പോകുന്നത്. അവരിങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, ഞങ്ങളെങ്ങനെ ജീവിക്കും? നമുക്ക് ഉത്തരവില്ല. പക്ഷേ ആ ഉത്തരം കണ്ടെടുക്കാൻ നമുക്ക് കഴിയണം. BJPക്ക് അത് കഴിയും. ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. കൃഷിയിലൂടെ കേരളത്തിൻ്റെ തിരിച്ചുവരവ് അതുകൊണ്ടാകും. കൃഷിയും ടൂറിസവും IT-യും ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യൽ കൃഷി ഇപ്പോൾ ആരും ഞാനിപ്പോൾ പറഞ്ഞ ആരും അംഗീകരിക്കില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കൃഷിയിലൂടെ കേരളത്തിനൊരു തിരിച്ചുവരവുണ്ടാകും. ഒപ്പം തന്നെ ടൂറിസം. നമുക്കറിയാം കേരളം എന്ന് പറയുമ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ്, അല്ലെങ്കിൽ വളരെ നല്ല ക്ലൈമറ്റുള്ള ഒരു ഇടമാണ്. ആ സമയത്ത് തന്നെ നമ്മൾ എത്രത്തോളം അതിനൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടൂറിസം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പം അല്ലെങ്കിൽ സ്പിരിച്വൽ ടൂറിസം എടുക്കുകയാണെങ്കിൽ ശബരിമല പോലെയുള്ള
വലിയ ഇടങ്ങളുണ്ട് നമ്മൾക്ക്. അപ്പോൾ അതിനെല്ലാം എത്രത്തോളമായിരിക്കും നമുക്ക് പുഷ്ടിപ്പെടുത്താൻ സാധിക്കും? അല്ല, ശബരിമലയുടെ കാര്യത്തിൽ BJPക്ക് കൃത്യമായ കാഴ്ചപ്പാടാണ്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായ ഒരു ഭരണ സിസ്റ്റം ശബരിമലയ്ക്ക് ഉണ്ടാകണം. വിശ്വാസികളടങ്ങുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം. നമുക്ക് ശബരിമലയെ തിരുപ്പതി മാതൃകയിൽ നവീകരിക്കാൻ കഴിയും. കാരണം അതിന് വേറെ പൈസ ഒന്നും കണ്ടെത്തണ്ട. അയ്യപ്പന്മാർ തന്നെ കൊടുക്കേണ്ട പൈസ ഇടുന്നുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ഉപയോഗിച്ചാൽ മതി. നശിപ്പിച്ച് വെച്ചേക്കാണ്. BJP ഭരണത്തിൽ വന്നാൽ നിങ്ങൾ എഴുതി വെച്ചു, 6 മാസം കൊണ്ട് ശബരിമല ഏത് തലത്തിലെത്തുമെന്ന് നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും 6 മാസം മതി. പണം ഉണ്ടെങ്കിൽ 6 മാസം കൊണ്ട് ശബരിമലയെ തിരുപ്പതിയേക്കാൾ മികച്ച നിലയിൽ എത്തിക്കാൻ കഴിയും. BJP ആദ്യം ചെയ്യാൻ പോകുന്നതാണ്. മാത്രമല്ല, കേരളത്തിൻ്റെ സ്പിരിച്വൽ ടൂറിസവും ടൂറിസ്റ്റ് സെക്ടറും മറ്റൊന്നും വേണ്ട നമുക്ക് ജീവിക്കാൻ. നമ്മുടെ 50 കിലോമീറ്ററിനുള്ളിൽ ഹൈ റേഞ്ചും ബ്ലാക്ക് വാട്ടേഴ്സും കടലുമുള്ള ഒരു നാട് ലോകത്തെവിടെയുള്ളത്? ഇത്രയും പ്രകൃതി ഭംഗിയുള്ള നാട് എവിടെയുള്ളത്? നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ പാലായിലെ ഓരോ വീടും വേണം റിസോർട്ടാക്കാം. പാലായിലെ ഓരോ വീട്, കാരണം പുഴ, കൃഷിയിടങ്ങൾ, കുളം, അമ്പലം, പള്ളി, ഇതെല്ലാം 1 കിലോമീറ്റർ അവൈലബിളാണ്. പാലായിലെ മീനച്ചി താലൂക്കിലെ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഓരോ വീടെടുത്തു, ഓരോ വീടും റിസോർട്ടാക്കാം. അപ്പോൾ അത്രയും ടൂറിസ്റ്റ് പൊട്ടൻഷ്യലുണ്ട് ഇവിടെ. ഇതിൻ്റെ പകുതി പൊട്ടൻഷ്യൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 25 അരുവിയുണ്ട്. 2 ഞാൻ നവീകരിച്ചു. ഞാൻ പറഞ്ഞ ആ 25 അരുവിയിൽ അതിൻ്റെ പകുതി ഇല്ലാത്ത അരുവിയിൽ നമ്മൾ മലേഷ്യയിലും സിംഗപ്പൂരൊക്കെ ചെന്നപ്പോൾ അതിൻ്റെ പുറത്ത് 10,000 പോയി അത് കാണാൻ നിൽക്കുന്നത്. ഇവിടെ അതുകൊണ്ട് 25 ഉണ്ട്. അതൊന്നും പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഇവർക്ക് അറിയില്ല, കാഴ്ചപ്പാടില്ല. അതുകൊണ്ടാണ്. അത് മാത്രം മതി ജീവിക്കാൻ. ഉറപ്പായിട്ടും. ഒപ്പം തന്നെ എങ്ങനെ BJP ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കും? അതാണ് അടുത്ത ചോദ്യം. ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്. ന്യൂനപക്ഷ വിരുദ്ധരെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഹിന്ദു തീവ്രവാദി ഗുജറാത്തിൽ നിന്നും ഇന്ത്യ ഭരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാണല്ലോ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രചരണം നടത്തിയത്. എന്നിട്ട് എന്താ സംഭവിച്ചു? നരേന്ദ്രമോദി കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും ഇവർ ന്യൂനപക്ഷ വിരുദ്ധമെന്ന് പറയും. പക്ഷേ ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ, മുത്തലാഖ് നിരോധനം നരേന്ദ്രമോദിയുടെ വീട്ടിലോ ഷോൺ ജോർജിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ BJPക്കാരുടെ വീട്ടിലോ ഉള്ള ആർക്കൊന്നുമല്ല സംരക്ഷണം ലഭിച്ചത്. മുത്തലാഖ് നിരോധനം വഴി മുസ്ലിം വനിതകൾക്കാണ് സംരക്ഷണം ലഭിച്ചത്. ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളി കോൺഗ്രസ്. വഖഫ് ഭേദഗതി നിയമത്തിൽ എന്താ സംഭവിച്ചത്? ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾക്കും കുട്ടികൾക്കും അർഹമായ ഭൂമിയും സ്വത്തും അത് 3% വരുന്ന കുറേ ആളുകൾ കൊള്ളയടിക്കുകയായിരുന്നു. ആ കൊള്ളയെ നിർത്തി അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കി. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം അത് വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളാണ് ഞാൻ, BJPക്കെതിരെ. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഇവർ പ്രചരിപ്പിച്ചെന്നാ നമ്മളെല്ലാം ഇവിടുന്ന് പുറത്താക്കാൻ പോവുക. എന്നിട്ട് എത്ര മുസ്ലിം സഹോദരങ്ങളെ പുറത്താക്കി, എത്ര ക്രിസ്ത്യാനികളെ പുറത്താക്കി. അപ്പോൾ ഈ കോൺഗ്രസ്സിന് അന്ധമായ ഈ പ്രീണനവും ഈ നുണപറച്ചിൽ, ഇതിനപ്പുറത്തൊന്നുമില്ല. ഇവിടെ മാന്യമായി എല്ലാവർക്കും സമത്വമുള്ള ഒരു ഭരണം വരണമെന്നുണ്ടെങ്കിൽ, കേരളം ഇനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നരേന്ദ്രമോദി അല്ലാതെ മറ്റൊരാൾ അല്ലെങ്കിൽ BJPയുടെ ഭരണമല്ലാതെ മറ്റൊരു ഭരണം 24 മണിക്കൂർ, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു, 24 മണിക്കൂർ ഇന്ത്യ ഭരിച്ചാൽ ഇന്ത്യയിൽ കേരളവും ബംഗാളും കാശ്മീരും സ്വതന്ത്ര രാജ്യങ്ങളാവും. BJP അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി 24 മണിക്കൂർ BJPയെ 24 മണിക്കൂർ അധികാരത്തിൽ നിന്ന് മാറി നിന്നാൽ കേന്ദ്രത്തിൽ കേരളവും ബംഗാളും കാശ്മീരും സ്വതന്ത്ര രാജ്യങ്ങളായി മാറും. അത്രയും ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ. അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് മോദിയോടൊപ്പം നിൽക്കുന്നത്. ആ മനുഷ്യന് വേണ്ടിയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും മരിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യം നിലനിൽക്കണം, ഈ നാട് നിലനിൽക്കണം. അതിന് BJPക്ക് മാത്രമേ കഴിയൂ. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജി കൊച്ചിയിലെത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ധീവരസഭയെ ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന അമ്മമാരെ ആണെങ്കിലും എല്ലാവരെയും മോദിജി അഭിസംബോധന ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ അവരോടെല്ലാം ആ ഒരു സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രസംഗിച്ചു, പറഞ്ഞതിലൊക്കെ ഷെഡ്യൂൾ ഒത്തിരി പോയി. അപ്പോൾ അത് അദ്ദേഹത്തോടുള്ളൊരു സ്നേഹമുണ്ട്. കാരണം അത്രയും വെയിലത്ത് പോലും എല്ലാ പ്രായത്തിലുള്ളവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മോദിജിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ വരുന്ന ആളുകളുടെ മനസ്സിലെല്ലാം മോദിജിക്ക് നൽകുന്നൊരു സ്ഥാനമുണ്ട്. അത് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ഒരു സാഹചര്യം ഉണ്ടാക്കില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ, നമ്മൾക്ക് കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പ്രാവശ്യം തന്നെ BJP അധികാരത്തെത്തുന്ന എനിക്കൊരു സംശയമില്ല. കാരണം ജനം മടുത്തു, മതിയായി, അതാണ് സത്യം. അതിൽ എടുത്തു പറയേണ്ട കാര്യം മോദിജിയോടൊരു അന്ധമായ ആരാധന. ശരിക്കും
ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തിൻ്റെ നേതാവിനോട് അത്ര ആരാധന പാടില്ല. പ്രസ്ഥാനത്തോടാണ്, പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എങ്ങനെ മോദിജിയെ ആരാധിക്കാതിരിക്കും? തൻ്റെ അമ്മയായി ഈ ഭാരതത്തെ കാണുന്ന, തൻ്റെ ജീവിതമായി ഈ ഭാരതത്തെ കാണുന്ന, തൻ്റെ കുടുംബമായി നമ്മളെ കാണുന്ന, ഈ ഭാരതത്തിലെ ഓരോ മനുഷ്യരെയും സഹോദരങ്ങളായി കാണുന്ന, തനിക്കായി മാത്രം ഒന്നും മാറ്റിവെക്കാത്ത ആ മനുഷ്യനെ നമ്മൾ ആരാധിച്ചില്ല എങ്കിൽ അത് തെറ്റാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മനുഷ്യനോട് ആരാധനയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നുണയായി മാറും. വ്യക്തി പൂജയും വ്യക്തി ആരാധനയും തെറ്റാണ് എന്നാണ് നമ്മുടെ പ്രസ്ഥാനം പഠിപ്പിക്കുന്നത്. പക്ഷേ ആ മനുഷ്യനോട് ആരാധനയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ നടപടി വന്നാലും എനിക്ക് വിരോധമില്ല. കാരണം അത് എൻ്റെ മാത്രമല്ല. ഇപ്പം ഇങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാലും ഇവൻ അമിത്ഷാജി മോദിജിയുടെ വലിയ ആരാധകനല്ലേ? അമിത്ഷാജി മോദിജിയുടെ ആരാധകനല്ലേ? നമ്മുടെ നാഷണൽ പ്രസിഡന്റ് മോദിജിയുടെ ആരാധകൻ. ഈ പ്രസ്ഥാനത്തിൽ മോദിജിയുടെ ആരാധകരല്ലാത്ത ആരാ ഉള്ളത്? എവരിബഡി. ഈ ഒരു ഭരണകാലത്തിന് മുമ്പ് BJPക്ക് പുറത്തോട്ട് നമ്മുടെ ഒരു ഇപ്പം വാജ്പേയിജിയുടെ ഒരു കാലത്ത് അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്ന ആധാരത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ മോദിജിയുടെ ഒരു ഭരണകാലം വന്നപ്പം പ്രസ്ഥാനത്തിന് പുറത്തേക്ക് ഇന്ന് ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ അദ്ദേഹത്തെ ആരാധിക്കുന്നവരുണ്ടായി എന്ന് പറയും. നമുക്കൊക്കെ അഭിമാനമല്ലേ? ആ ആരാധനയിലൊക്കെയാണ് ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വന്നത്. അതെല്ലാം ഇങ്ങോട്ടേക്ക് കടന്നു വരാനൊരു വലിയ ഫാക്ടർ മോദിജി തന്നെയാണ്. BJPയിൽ എത്തിയത് കൊണ്ട് ഷോൺ ജോർജ് ഉണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആത്മാഭിമാനത്തോടു കൂടി ഒരു പൊതുപ്രവർത്തകനായി നിലനിൽക്കാൻ കഴിയും. അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം. തീർച്ചയായിട്ടും. ഇനി എന്താണ്? ഇലക്ഷൻ്റെ തിരക്കുകളിലേക്കുള്ള ഒരു യാത്രയാണ്. ആ ഒരു യാത്രയിൽ എനിക്ക് തോന്നുന്നു എന്നെ ഏൽപ്പിക്കുന്ന ചുമതല പൂർത്തീകരിച്ച് കൃത്യമായി തിരുവനന്തപുരത്ത് എത്തണം. തീർച്ചയായിട്ടും. അപ്പോൾ തിരുവനന്തപുരത്ത് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. നമസ്കാരം.